ചൈനയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരു അതിർത്തിയിൽ 2 എതിരാളികൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാന് മുന്നിൽ നിന്ന് ഇന്ത്യ ആക്രമിച്ചപ്പോൾ ചൈന പിന്നിൽ നിന്ന് എല്ലാ പിന്തുണയും നൽകി. പാകിസ്ഥാന് ലഭിക്കുന്ന സൈനിക സംവിധാനത്തിന്റെ 81% ചൈനയിൽ നിന്നെന്നും ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് പറഞ്ഞു വെക്കുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ഉണ്ട്. ശരത്ത്, എന്തൊക്കെയാണ് ചൈനയ്ക്കെതിരായി ഉന്നയിക്കുന്ന കാര്യങ്ങൾ? സംഗീത അതിർത്തിയിൽ 3 രാഷ്ട്രങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ഡെപ്യൂട്ടി ഡിഫൻസ് ആർമി സ്റ്റാഫ് വ്യക്തമാക്കിയത്. കാരണം ഇന്ത്യയുടെ സേനാ വിന്യാസങ്ങളും അതുപോലെ തന്നെ തത്സമയം ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പാകിസ്ഥാന് ചൈന കൈമാറിയിരുന്നു. അതേപോലെ തന്നെ ചൈന നൽകിയ ആയുധങ്ങളുടെ ഒരു ലബോറട്ടറി ആക്കി പാകിസ്ഥാൻ സൈന്യത്തെ മാറ്റി. അതായിരുന്നു യുദ്ധത്തിൽ കണ്ടത്. ചൈനയുടെ ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു തന്ത്രമായി മാറ്റി പാകിസ്ഥാന്റെ നിലപാടുകൾ എന്നും സൈന്യത്തിന്റെ നീക്കങ്ങളിൽ നിന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും ചൈന യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിച്ചു, തുർക്കിക്ക് പുറമെ ചൈനയും സഹായിച്ചു എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തെ തുറന്നു പറത്തൽ. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ നമ്മൾ നേരിടേണ്ടി വന്നത് പാകിസ്ഥാനെ മാത്രമല്ല എന്നും ഇനിയുള്ള ഭാവിയിലും ഇത് മുൻകൂട്ടി നമുക്ക് ഒരു പാഠമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള പാകിസ്ഥാന് മാത്രമല്ല ഇന്ത്യൻ ആർമിക്ക് മുന്നിലുള്ളത്, പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയുമുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ആർമി സ്റ്റാഫ്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള ആർമിയുടെ ഒരു നിലപാട് ഇനിയുള്ള സൈനിക നീക്കത്തിനും അല്ലെങ്കിൽ സൈനിക വികസനത്തിനും അല്ലെങ്കിൽ ആയുധം വാങ്ങുന്നതിനും ഒക്കെയുള്ള ഒരു മുന്നൊരുക്കമായിട്ട് ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയെ നമുക്ക് എടുക്കേണ്ടി വരും സംഗീത. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ ചൈന സഹായിച്ചു എന്ന തുറന്നു പറച്ചിലാണ് ഇന്ത്യൻ ഡെപ്യൂട്ടി സൈന്യാധിപൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംഗീത. ശരി, ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.